നമസ്കാരം ഗൈസ്, ആർജിയാണ് നമ്മുടെ പുതിയ വീഡിയോ സ്വന്തം. ഇന്നത്തെ ഒരു ട്രാവൽ വ്ലോഗാണ്. നമ്മൾ ഇന്ന് മെയിനായിട്ട് പോണത് നമ്മുടെ ഗ്യാസ് കണക്ഷന്റെ ആധാർ ലിങ്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് ലിങ്ക് ചെയ്തതിൽ കണക്ഷൻ കട്ടായി പോകും. നമ്മൾ കണക്ഷൻ എടുത്തിട്ട് കുറച്ച് നാളെ വർഷങ്ങളായി വിഷയമാണ് അല്ലേ കണക്ഷൻ എടുത്തിട്ട് ആ കണക്ഷൻ തന്നെ വീണ്ടും ഇതാക്കുക ചെയ്തു, റീ ഓപ്പൺ ചെയ്യാണ് ചെയ്തത്. നമ്മള് കുറ്റിയെടുക്കാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ലിങ്ക് ചെയ്തിട്ട് അതിൻ്റെ പണിയാവും. വേറെ മെയിൻ പ്രശ്നം വെച്ചാൽ നമുക്ക് പോകാനുള്ള ബസ് സ്റ്റേഷൻ ഒന്നും ഇല്ല. ഇന്ന് കുറേയൊക്കെ നടന്നു പോകേണ്ട അവസ്ഥ. ഇവിടുന്ന് കുറച്ച് ദൂരം പോകണം ബസ് സ്റ്റേഷനുണ്ട്. ബാക്കി അവിടെ നടത്തമേ ശരണം. ഇത് നടന്ന് നമ്മൾ ചാവും. അപ്പോൾ ഒരു വാക്കിംഗ് ടൂർ നിങ്ങൾക്ക് കരുതാം. പോവാം. നമ്മൾ നടന്ന് ഷർത്തേൻ്റെ വീട് വരെ എത്തിയിട്ടുണ്ട്. ഷർത്തേൻ്റെ വീട് അവിടെ വരെ എത്തിയിട്ടുണ്ട്. നടന്ന് പറഞ്ഞപ്പോൾ ഓർഡറും സമയം 9:40 ആയിട്ടുള്ളൂ. ഇനി 20 മിനിറ്റാണ് ബസ് കണ്ടിട്ട്. അപ്പോൾ അതൊക്കെ പോവാം. സമയമുണ്ട്. നമുക്ക് 20 മിനിറ്റിൽ ആവശ്യമാണ്. അവിടെ വരെ എത്ര നോക്കിയാണ് കറക്റ്റ് സമയത്ത് എത്തും. ഇത് നമുക്ക് നടന്നു പോയാൽ മതി കറക്റ്റായിട്ട്. അല്ലെങ്കിൽ നമ്മൾ പെടും. അവരുടെ കാര്യം കടയിലെ ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ കൂടെ നമുക്ക് പോകണ്ടേ. പറ്റുകൂടിയിട്ടാണെങ്കിൽ ഇപ്പം അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാറില്ല, അധികം അങ്ങോട്ട് പോകാറില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ചേച്ചിയുടെ അടുത്ത് കടയുടെ ഫ്രണ്ടിൽ കൂടെ നമുക്ക് പോകേണ്ട അവസ്ഥ. ആരെങ്കിലും ചെറിയ സങ്കടമുണ്ട്. പൈസ റെഡിയാക്കാതെ പുള്ളിക്കകത്ത് പറ്റു കൊടുക്കാതെ അവരുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത് മടിച്ചതുകൊണ്ട് എല്ലാം കൊണ്ട് പെട്ട അവസ്ഥയാണ്. എന്ത് ചെയ്യാൻ? ഞാൻ പിന്നെ ഫോണിൽ നോക്കിയാൽ ഞാൻ കുറവ് വീണേ. നിഷു ആണെങ്കിൽ എന്ത് നീ ഒരു കാര്യം ചെയ്യ്, എന്നാ ഇതോട് സംസാരിക്കുക. ഞാൻ മര്യാദക്ക് സംസാരിക്കുക. റീലെടുക്കണം, ഇത് വിളിക്കാമെന്ന്. ഇനി ബ്ലോഗ് എടുക്കുന്ന നിഷു. ഞാൻ നിങ്ങൾക്ക് ഫോം വാങ്ങിച്ച് നിന്റെ ഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്, മനസ്സിലായോ? ഫോം പിടിക്ക് നിഷു, ഒന്ന് പിടിക്കും നിഷു. ഒരു തേങ്ങ പിടിക്കും നിഷു. എന്നെ പ്രാന്ത കലണ്ട എടി. തേങ്ങ ഇങ്ങനെയാണ് കേസ്. ഒരു ബ്ലോഗ് എടുക്കാൻ പറഞ്ഞാൽ ഇവിടെ സപ്പോർട്ടില്ല. എല്ലാം ഞാൻ കഷ്ടപ്പെട്ട് എടുക്കുന്നത് ആണ് വേറെ കാര്യം. അതൊന്ന് മനസ്സിലാക്കണം. ഞാൻ എന്തോരം ബുദ്ധിമുട്ടിയാണ് എടുക്കുന്നതെന്ന്. നോക്കൂ ഗൈസ്, ആളം വരെത്തി. ഇവിടെ എങ്ങനെയാണ് ഗൈസ്, ദൂരം കൂടുതൽ നമുക്ക് നടക്കണ്ട. അപ്പോൾ ഒരുമിച്ച് നടക്കണ്ടേ, കൂടെ നടക്കൂല. ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്നത്. എവിടെ പോകുമ്പോഴും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. എന്ത് കാര്യത്തിന് പോയാലും ഒറ്റയ്ക്കാണ് പോയി കളയും. ഒറ്റയ്ക്ക് പോകാണെങ്കിൽ ഒറ്റയ്ക്ക് പോയാൽ പോലെ. വാക്കുകൂടെ വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടോ? ഞാൻ വിളിച്ച് ഈ തുറന്നപ്പോൾ നിൽക്കണം മുപ്പുണ്ടോ? അല്ലെങ്കിൽ നിൽക്കൊന്നുമില്ല. അവളുടെ പണം നിൽക്കണ്ട പോയി കളയും. നാട്ടിലൊക്കെ ഉള്ളതൊക്കെ പറ്റി തീർന്നു. എന്തോ ഇതിനു വേണ്ടി പോണ പോലെ പോന്നു, വെള്ളമില്ലാത്ത അവസ്ഥയിൽ. പക്ഷെ വെള്ളം കൂടിക്കഴിഞ്ഞാൽ, മഴ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ വൈകി വരാൻ പറ്റില്ല. അതൊക്കെ നല്ല വെള്ളമായിരിക്കും. ഈ ഇതൊക്കെ നിറഞ്ഞ് ഇവിടെ നിൽക്കുന്ന സ്ഥലമൊക്കെ നിറഞ്ഞ് വെള്ളം പോകും. ഒന്നും നടക്കാൻ പറ്റില്ല. എന്തായാലും നിൽക്കണം. ഒറ്റയ്ക്ക് പോകണില്ലേ? പൊയ്ക്കോ അത് നല്ലത്. നീ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ടോ. ഞാൻ അവിടെ താഴെ ചേച്ചിയുടെ വീട്ടിൽ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ സ്വന്തം കുളത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. കണ്ടോ, കുളത്തിൽ വെള്ളമൊക്കെ വറ്റി ഗൈസ്. പക്ഷേ ഇതിൽ നല്ല പൊണ്ണ മീനൊക്കെ പിടിച്ചു കഴിഞ്ഞ പ്രാവശ്യം ചേട്ടന്മാർ. നമ്മളെന്തായാലും പിടിക്കാനൊന്നും നിന്നിട്ടില്ല. നമുക്കെന്തായാലും ബസ് വന്നു കഴിഞ്ഞാൽ പകുതി വരെ എത്താം. നമുക്കെന്തായാലും ബസ് ഇറങ്ങിയ സമയമുണ്ട് ഗൈസ്. നമ്മൾ നേരത്തെ ഇറങ്ങി, അതാണ് അതിൻ്റെ ഒരു മര്യാദ. ഞാൻ ആർജനം കൊണ്ട് നേരത്തെ ഇറങ്ങി, അരമണിക്കൂർ മുന്നേ ഇറങ്ങി. അപ്പോൾ പതുക്കെ നടന്നു വന്നാൽ മതിയല്ലോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ പരുത്തിക്കുഴി എത്തിയിരിക്കുന്നു ഫൈനലി. ഇനി ബസ് പറഞ്ഞാൽ എവിടെ ഇരിക്കാം. രാവിലെ മീൻ വണ്ടിയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ഗൈസ്, നമ്മളങ്ങോട്ട് നടക്കുവാണ് ബസ്സിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഉണ്ട് ബാ. ആർജിക്കാളെ ഇരിക്കാൻ സ്ഥലമില്ല എന്നുള്ളതാണ് സങ്കടം. മീൻ വണ്ടിയാണ് പോകാൻ ഗൈസ്. ഇനി കുറേ മീൻ വണ്ടികളൊക്കെ വരും. നമ്മുടെ ബസ് ഇതോ വരുന്നു ഗൈസ്. വാ, നമ്മുടെ ബസ്സിലെ ഡ്രൈവർ ഇന്ന് മാറി. ഇനി കുറേ നടക്കാണ്ട്. ഇനി ഇവിടെ നിന്ന് നടക്കാം. നടരാജയം വീടേക്ക് ലെങ്താവും.
എന്തായാലും നടക്കാം, കുറച്ച് നടക്കാൻ പോയി. അപ്പോൾ കഴിച്ച് നമ്മൾ നടന്ന് അങ്ങനെ കുട്ടിച്ചിലെത്തിയപ്പോഴേക്കും കുറച്ച് താമസമൊക്കെ. ആ ഇവിടെയൊക്കെ കൊള്ളാം കഴിച്ചു. റോഡ് സൈഡിൽ ഓട്ടോ സ്റ്റാൻഡിലെന്ന് വെച്ചാൽ ചെടിയാണ് മുമ്പ് ഫുള്ളും. ഓട്ടോ സ്റ്റാൻഡ് വെച്ച് ചെടിയാണ് മുമ്പിച്ചതൊക്കെ. ഓട്ടോ സ്റ്റാൻഡിൽ വെച്ചാൽ മുമ്പിച്ചെടിയൊക്കെ അല്ലേ? ഇവിടെ എവിടെയാണ് ഗ്യാസ് ഏജൻസി? ആ അതിൻ്റെ മുകളിൽ അവിടെ തന്നെ അവിടെ വെച്ച് ചെടിയാണ് സംഭവം കൊള്ളാം. നല്ല വീട് അല്ലേ നിമിഷം? അപ്പോൾ നിമിഷം ഓരോന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കാൻ ചെയ്യണം, കയ്യും കണ്ണും വിരലും സ്കാൻ ചെയ്ത് ഇതാക്കണം. അവസാനം നടന്ന് നമ്മൾ നെടുമങ്ങാട് എത്തിയിരിക്കുന്നു ഗൈസ്. ഇനി നടക്കാനുണ്ട്. ബസ് സ്റ്റാൻഡിലോട്ട് പോകാം ഗൈസ്. എന്താ വെയിൽ കുട പിടിച്ച് കൈ മടുത്തു. നമുക്ക് ഇവിടെ നിന്ന് പോവാം ഗൈസ്. ഫൈനൽ ഗൈസ് നമ്മൾ പറ്റിക്കുഴി എത്തിയിരിക്കുന്നു. അല്ലേ അർച്ചേ? എൻ്റെ മണി 3 മുകളിൽ നോക്കൊരു പശു. വാവ്, അവളെ കാണാൻ സുന്ദരിയാ. തലയിൽ നോക്കിയത് ചങ്ങലൊക്കെ ഇട്ടിരിക്കുന്നു. ഒരു പുതിയതായിട്ട് തുടങ്ങിയത് ഗൈസ്. നമുക്കിപ്പോൾ ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്തൊക്കെ കാണണം. ഇവിടെ വസ്തു വിൽപ്പനയ്ക്കുണ്ട് ഗൈസ്. മേലോട്ട് കയറണം. നടക്കാനും വയ്യ ഗൈസ്. നടന്ന് മനുഷ്യൻ്റെ ഉപ്പാടിൻ്റെ വന്ന് കാലിലൊക്കെ നീരായി. ഇത് വേണ്ട ഗൈസ്, എൻ്റെ കാല് നീരായി ഗൈസ്. 2 കാലും വേണ്ട. നടന്ന് ഉള്ള ചെളിയും മണ്ണും എല്ലാം ആയി. ഈ പട്ടിയാണ് ഇവിടെ അത്രയും പട്ടിക്കുട്ടികൾ ഉണ്ടാക്കി വന്നത്. അഴുക പട്ടി. ആദ്യം നടന്ന് കുഴഞ്ഞ് തള്ളിക്കും നടക്കാൻ വയ്യാതെ പറഞ്ഞേ. പെട്ടെന്ന് പോവാ ഗൈസ്. ചെമ്പരത്തിയൊക്കെ പോത്തിരിക്കുന്നത് നല്ല രസമുണ്ട്. ഇവിടെ ടിപ്പ് ഒളിച്ചിരിക്കണേ. ടിപ്പു പട്ടികളെ കൊണ്ട് നിവർത്തിയില്ല. അത് ആ ചെമ്പരത്തി കിട്ടണം ഗൈസ്. എനിക്ക് വെയിലടിച്ചിട്ടാണെന്ന് തോന്നി ചെവി വേണമെങ്കിലും. അതാണ് നല്ല അടിപൊളിയാണ്. ഇപ്പം റബ്ബറൊക്കെ മുട്ട അടിച്ചിരിക്കുന്നതുകൊണ്ട് വലിയ പച്ചപ്പൊന്നും കാണൂല അല്ലേ ആജെ? എന്നാലും കുഴപ്പമില്ല. വീട്ടിൽ പോയി ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കണം. താഴത്തെ മാവൻ പോകുമ്പോൾ പോയി കുളിക്കണം. അയ്യോ, എന്തെല്ലാം പണിയുണ്ടല്ലേ ആർജെ? വാ, ഓടി വാ. ഇവ വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും റബ്ബറൊക്കെ മുറിച്ച് കളഞ്ഞപ്പം അന്യായ വെയിലായി. അതാണ് സഹിക്കാൻ പറ്റാത്തത്. ആർജെ ബാക്കിലായി. വാ. തലവേദനിക്കുന്നു. അടിപൊളി. എനിക്ക് ചെവിയും ഒക്കെ വേദനിക്കുന്നു. വെയിലും കൊണ്ട് കഴിഞ്ഞാൽ എനിക്ക് മൈഗ്രീൻ്റെ തലവേദനയും ഒക്കെ കൂടി വരും. പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് രാത്രി മാത്രമേ ടാബ്ലറ്റ് കഴിക്കാൻ പറ്റൂ, അല്ലാത്ത സമയത്ത് കഴിക്കാൻ പറ്റൂല. റബ്ബറിൻ്റെ മണ്ടയിൽ ഇലയില്ല, കുഞ്ഞില വരുന്നേ തലയിൽ. ഇവിടെ കാന്താരി മുളകുണ്ട് കേട്ടോ. കാട്ടു കാന്താരി കാണിച്ചു തരാം. പിടിച്ചിട്ടുണ്ട്.
വേണ്ട കാന്താരി, കാട്ടുകാന്താരി ഗൈസ്. കണ്ട കാട്ടുകാന്താരിയാണ് ഈ പിടിച്ചിടക്കണം. പൊളിയല്ലേ കാട്ടുകാന്താരി? കാട്ടുകാന്താരിയാണ് പിടിച്ചിടക്കണം. ഇഷ്ടം പോലെ ഉണ്ട്. താഴോട്ടൊക്കെ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. നമുക്ക് എന്തായാലും നടന്നു വീട്ടിൽ പോവാം. ഇവിടുത്തെ പട്ടിപ്പം കുറച്ച് തുടങ്ങും. പട്ടി കാര്യമായ എന്തോ പണിയിലാണ്. അല്ല അമ്മച്ചോ, ഈ പട്ടി ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ചുമ്മാ കിടന്ന് കുരച്ചിട്ട് മനുഷ്യൻ ചെവിയും തലയും തിന്നിട്ട ഭയങ്കര. അടുത്ത ആൾ ദൈവം വന്ന് നോക്കണം. അത് അച്ഛൻ്റെ പട്ടിയാണ്. അച്ഛനാണോ പറഞ്ഞതെന്നാണോ ഇറങ്ങി നോക്കണം. വീട്ടിൽ പോടാ. ഇവിടെ കാര്യം എന്തോ പണി നടക്കുകയെന്ന് തോന്നുന്നു. അതോ പറഞ്ഞു ഗൈസ്. എവിടെ നിന്നൊക്കെ ആരൊക്കെ വിറകൊക്കെ ഇറങ്ങുന്നു. ഈ വീടൊരു സ്വപ്നമായിരുന്നു ഗൈസ്. പക്ഷെ വീട്ടിൽ എഴുന്നേറ്റമില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ എഴുന്നേറ്റമൊന്നും ഉണ്ടാവില്ല. ഇവിടെയൊക്കെ റബ്ബർ മുറിച്ചിട്ട് ഒടുക്കത്തെ വെയിൽ നടക്കണ്ട. ഒട്ട വെയിൽ. എല്ലായിടത്തും ആത്തിച്ചൊക്കെ കാച്ചിങ്ങനെ കാണാം. തിന്നാനുള്ള ഭാഗ്യമില്ല. അപ്പോഴത്തേക്കും വവ്വാല വല്ലതും കത്തിക്കൊണ്ട്. അതാണ് പ്രശ്നം. ഇവിടത്തെ റബ്ബറിന്റെ ഇതാണെന്ന് തോന്നുന്നു വാരിക്കൊണ്ട് പോയത്. അതുകൊണ്ട് അവിടുത്തെ റബ്ബറിന്റെ വേസ്റ്റൊക്കെ ആണെന്ന് തോന്നുന്നു വാരി കെട്ടിക്കൊണ്ട് പോയത്. എനിക്ക് നമുക്ക് വീട്ടിലെത്തിയിട്ട് ബാക്കി പരിപാടി ആക്കണം. ഇപ്പം തൊടലിപ്പഴമൊന്നും ഇല്ല ഗൈസ്. എല്ലാം തീർന്നു തൊടലിപ്പഴം. എല്ലായിടത്തും മരം മുറിച്ചപ്പം വെയിലായി. ഇവിടുത്തെ തൊഴിലുറപ്പ് തീർന്നിട്ടില്ല ഗൈസ്. ഇവിടെ ഇപ്പോഴും തൊഴിലുറപ്പ് നടക്കുന്നേ ഉള്ളൂ. ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കണം. അമ്മച്ചിമാരൊക്കെ ഇതോ അവിടെ ഓരോരുത്തരും ഓരോ മൂലയിൽ കുടയൊക്കെ വെച്ചിട്ട് കിടക്കുകയാണ്. നടന്നു നമ്മൾ വീട്ടിനങ്ങോട്ട് പോവാണ് ഗൈസ്. ഒന്നിറക്കി ഇട്ടിട്ട് അത് മണ്ണ് കോരിയും വെച്ചില്ല, ഒന്നും ചെയ്യാതെ ഇട്ടിട്ട് അങ്ങ് പോയി. ഒരവസ്ഥ നോക്കണം. പട്ടിയാണെന്ന് തോന്നുന്നു വന്നിട്ട് മാന്തി തെറിപ്പിച്ചിരിക്കുന്നു. അത്രയും മണ്ണുണ്ട് ഗൈസ്, പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊരു വഴി ഇറങ്ങി പോകാം. ഇതാണ് നമ്മുടെ ശരിക്കുള്ള ഒറിജിനൽ വഴി കൂടി പോകണം. ഇവിടെ ഇപ്പോൾ വീണ്ടും കാടൊക്കെ പൊടിച്ച് തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. ഒക്കെ വെട്ടിക്കളയാം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. അവിടെ എന്തോന്നിരിക്കണം, എന്താണ് കല്ലിലെടുത്ത് വെച്ചിരിക്കുന്നത്. ഫുള്ള് ഇതിൻ്റെ അകത്തൊക്കെ വേസ്റ്റുകളാണ്. കണ്ട എന്തോ വേസ്റ്റ് വന്നിട്ടിരിക്കുന്നു. ആർച്ച് വീടെത്താറായി. പറമ്പിൽ ആരോ വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുന്നു. ഞാൻ അച്ഛൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞില്ലേ ഇവിടെ വേറെ തേങ്ങയും കൂടി വീണിട്ടുണ്ടെന്ന്. ദോ കിടക്കണം. പറയണൊന്നും കേൾക്കത്തില്ല. എല്ലാം തോന്നിയ ദിവസങ്ങളാണ്.
കണ്ടോ ആരുടെ അടുത്ത് പറഞ്ഞാൽ ഒരു വക കേൾക്കൂല ആർക്കും അനുസരണയില്ല. ആർജേ ആ ചായക്കത്തായി ഇവിടെ ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഫൈനലൈസ് നമ്മൾ യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തി. എൻ്റെ പൊന്നോ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഒരു മാതിരി മെയിനായിട്ട് ദിവസമായിരുന്നു. കുറേയൊക്കെ നടന്ന് ചത്തു കേസ് വീട്ടിലെത്തി തളർന്ന് വന്നപ്പോൾ തന്നെ നമ്മൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബ്ലോഗ് എൻ്റെ എണീച്ചേക്കുന്നുണ്ട്. അത് മാത്രം ക്ഷീണമായി പോയി കേസ്. ഇത്രയും ക്ഷീണം നടന്ന് ഞാൻ മാത്രമേ വരുള്ളൂ. അതും വെയിലും കൂടി അതിൻ്റെ ഒരു തളർന്ന് ശരിക്കും പോയി ആ പണിയായത്. അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടാകൂലായിരുന്നു ശരിക്കും. ഒരുപാട് ദൂരം നടന്നു. 2-3 ബസ് കയറി പോകുന്നത് നമ്മൾ 2 ബസ് മാത്രമേ കയറുള്ളൂ. ഒന്ന് ഇവിടുന്ന് ആണം വരെ പോകാനുള്ള ബസ്സും പിന്നെ തിരിച്ച് നെടുമങ്ങാടുന്ന് ഇവിടം വരെ വരാനുള്ള ബസ്സും 2 ബസ് വരെ ഉള്ളൂ ശരിക്കും. 6 ബസ് എന്ത് കയറണം അങ്ങോട്ടും ഇങ്ങോട്ടും നിശു. 2 ദിവസം കൂടുമ്പോൾ 6 ബസ് കയറണം. നമ്മൾ അപ്പം 2 ബസ് കയറിയിട്ടുള്ളൂ. അപ്പോൾ അതാണ് മെയിൻ പ്രശ്നമായപ്പോൾ നമ്മൾ നടന്ന് തളർന്ന ശത്രുന്നത്. ബാക്കി ദൂരമൊക്കെ നമ്മൾ നടന്നു വന്നപ്പോഴേക്കും മടുത്തു. നമ്മൾ ഇന്നത്തെ ഒരു ട്രാവൽ വ്ലോഗ് ഇത്രയ്ക്ക് വിശേഷങ്ങളുള്ളൂ. താമസിച്ച് അടുത്ത് വേണ്ടിയിട്ട് വരുന്നെങ്കിൽ ബൈ ഫ്രം ആർജെ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ്സ് അഭിപ്രായം ഏർപ്പെടുത്തുക. പിന്നെ താഴെ 2 ഇൻസ്റ്റഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മസ്റ്റായിട്ട് കയറി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. 2 ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിഷുവിനോട് മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. എന്നെ മാത്രം ഫോളോ ചെയ്തത്, നിഷുവിനോട് ഫോളോ ചെയ്യണം. നിഷു എപ്പോഴും അടിയാണ്. ഞാൻ നിഷുവിനെ ഫോളോ ചെയ്യാൻ വേണ്ടി പറയുന്നില്ല അങ്ങോട്ട്. അപ്പോൾ താങ്ക് യു, ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ ഫ്രം ആർജെ. ബൈ. ബൈ.